ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ നിത്യസ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാന ഒരു വിളിയാണ്, മഹത്വത്തിലേക്കുള്ള ഒരു വിളി, അതോടൊപ്പം മാനസാന്തരത്തിലേക്കുള്ളൊരു വിളി. വീണ്ടും വിശുദ്ധ കുർബാന വിളിക്കുന്നു വിശുദ്ധിയിലേക്ക്, വിശുദ്ധരാക്കാനുള്ള വിളിയാണ് വിശുദ്ധ കുർബാന. ജീവനിലേക്കും ജീവിതത്തിലേക്കുമുള്ള വിളിയാണ് വിശുദ്ധ കുർബാന. സഹനത്തിലേക്കും സാഹോദര്യത്തിലേക്കുമുള്ള വിളിയാണ് വിശുദ്ധ കുർബാന. അതോടൊപ്പം മരണത്തിലേക്കും മരണത്തിലൂടെ ഉത്ഥാനത്തിലേക്കുമുള്ള വിളി. ഹല്ലേലൂയ. ഇങ്ങനെ അനുദിനം വിളിച്ചുകൊണ്ടിരിക്കുന്ന യേശു നിത്യമായി നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു വലിയ വിളിയായിട്ടാണ് അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാനയായി ഇറങ്ങി വരിക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: ഓരോ പ്രഭാതത്തിലും യേശുവിൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ വലിയ സ്നേഹം, വ്യത്യസ്തമായ സ്നേഹം നമുക്ക് തരുന്നു, വലിയ ജീവൻ നമുക്ക് തരുന്നു, വലിയ ശക്തി നമുക്ക് തരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ, ആ സ്നേഹത്തിലൂടെ രക്ഷ നമുക്ക് തരുന്നു, സൗഖ്യം നമുക്ക് തരുന്നു. ഇതനുഭവിക്കാനാണ് എന്നും നമുക്ക് വിശുദ്ധ കുർബാന. ജീവൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. അതോടൊപ്പം സ്നേഹത്തിൻ്റെ കൂദാശയാണ്, മാറ്റത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം നമുക്ക് ജീവൻ തരുന്നതിനെക്കുറിച്ച് പറയണം, സമൃദ്ധമായി തരുന്നതിനെക്കുറിച്ച്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. മാറ്റത്തിൻ്റെ കൂദാശ എന്ന് പറയുമ്പോൾ മത്തായി സുവിശേഷം 26-ാം അധ്യായം 28-ാം വചനം പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടിയുള്ള ഉടമ്പടിയുടെ തൻ്റെ രക്തം, ഈശോയുടെ തിരുരക്തം, ഉടമ്പടിയുടെ രക്തം നമ്മളെ മാറ്റപ്പെടുത്തും. ഈശോയുടെ തിരുരക്തമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, സഹനത്തിൽ നിന്നെല്ലാം വിശുദ്ധീകരിച്ച് തരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുഖം കാണാൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനാണ് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമായി ഈശോ ഓരോ അൾത്താരയിലും അവതാരം ചെയ്യുന്നത്. ഓരോ പ്രഭാതത്തിലും, ഓരോ മധ്യാഹ്നത്തിലും, ഓരോ സായാഹ്നത്തിലും ഈശോ അവതാരം ചെയ്യുകയാണ് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:5 ഇങ്ങനെ പറയുക: അവിടുത്തെ നോക്കിയവരല്ല, ഈ സ്നേഹത്തെ നോക്കിയവരല്ല, ഈ സ്നേഹം അനുഭവിച്ചവരല്ല ലജ്ജിതരാവുകയില്ല. അവർക്കൊരിക്കലും ലജ്ജിതരാകേണ്ട, അവർ പ്രകാശിക്കുന്നു, നിരന്തരം പ്രകാശിക്കുക. യേശുവിനെ പോലെ, നിത്യപ്രകാശമായ യേശുവിനെ പോലെ വിശുദ്ധ കുർബാനയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും പ്രകാശിതമായിക്കൊണ്ടിരിക്കും. ഓരോ വിശുദ്ധ കുർബാനയും ആ വ്യക്തിയിലെ അന്ധകാരത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് മാറ്റി യേശുവിൻ്റെ പ്രകാശത്തിലേക്ക് അകലെ നിൽക്കുന്ന വ്യക്തിയെ അടുപ്പിച്ച് കൊണ്ടുവരുന്നു. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം CCC 101-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ അവനെ നോക്ക്, സന്തോഷം കൊണ്ട് നിങ്ങളുടെ മുഖം പ്രകാശിതമാകും. ആരെങ്കിലും ഈശോയെ നോക്കിയിട്ട് പ്രകാശിതമാകാതിരുന്നിട്ടുണ്ടോ? ആരെങ്കിലും ഈശോയെ സ്നേഹിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ജീവിതം? ആരെങ്കിലും ഈശോയുടെ സ്നേഹിതരായിട്ട് ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലും ഉണ്ടാകില്ല. ഇതിനെ വിശുദ്ധ കുർബാന. യേശുവെ നിരന്തരം നോക്കി പ്രകാശിതമായ ഒരു വ്യക്തിയെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം നമുക്കെടുത്ത് വായിക്കാം. ധ്യാനപൂർവ്വം വായിക്കണം, സമയമെടുത്ത് വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. 29, 30, 35 വചനങ്ങളിൽ ഒരേ കാര്യം തന്നെയാണ് പറയുക. മോശ അവിടത്തെ നോക്കി, ദൈവത്തെ നോക്കി. മോശയുടെ മുഖം പ്രകാശിതമായി. അതുവരെ ഉണ്ടായിരുന്ന മ്ലാനത മോശയ്ക്ക് മാറിക്കിട്ടി.
അതുകൊണ്ട് ജനത്തിൻ്റെ അടുത്തേക്ക്, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് മോശ കടന്നു ചെന്നപ്പോൾ ജനം പറഞ്ഞു, നീ ഞങ്ങളെ നോക്കരുത്, നിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കാനാകുന്നില്ല, മൂടുപടയുടെ. കാരണം മോശയുടെ മുഖത്തേക്ക് നോക്കാനാകാത്ത വിധം മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വീണ്ടും പറയുകയാണ്, തുടർന്ന് 11-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, ഈ പ്രകാശിതമാകാൻ നമ്മളെ അത്രയും അധികം സ്നേഹിക്കുന്ന ഈശോ ഒരു സ്നേഹിതനോടൊന്ന പോലെയാണ് പെരുമാറുക, സംസാരിക്കുക. വിശുദ്ധ കുർബാന സ്നേഹിതരാക്കുന്ന കുർബാനയാണ്. സ്നേഹിക്കാൻ വേണ്ടിയ വിശുദ്ധ കുർബാന, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി. ഈശോയുടെ സഹനം, പീഡാസഹനം, മരണം, ഉത്ഥാനം, സ്നേഹത്തിൻ്റെ അടയാള, സ്നേഹത്തിൻ്റെ അച്ചാരം, സ്നേഹിക്കാൻ വേണ്ടി മരിച്ച ഈശോ. നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ എത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നും. എത്ര ഹൃദ്യമായിട്ടാണ് ഈശോ മോശയോട് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ ഈശോയോട് ഇതുപോലെ എന്നോട് സംസാരിക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന ഈശോയോട് ഒന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ, ഹൃദയം ഒന്ന് ചേർത്ത് വയ്ക്കാൻ, കാതോട് കാതൊന്ന് ചേർത്ത് വയ്ക്കാൻ, മനസ്സോട് മനസ്സ് ചേർത്ത് വയ്ക്കാൻ നമ്മളെ വിളിക്കുന്ന വിളിയാണ് വിശുദ്ധ കുർബാന. ജീവിതത്തിൻ്റെ അർത്ഥം കാണാത്ത വ്യക്തികൾക്ക് അർത്ഥം കണ്ടെത്തുന്നതാണ് വിശുദ്ധ കുർബാന. ആത്മീയ നഷ്ടപ്പെട്ടവന് ആത്മീയത തിരിച്ചു തരുന്നതാണ് വിശുദ്ധ കുർബാന. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുന്നതാണ് വിശുദ്ധ കുർബാന. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക്, മാറാരോഗം കൊണ്ട്, മരണഭീതി കൊണ്ട് കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് സൗഖ്യം തരുന്നതാണ് വിശുദ്ധ കുർബാന. ഈ എല്ലാ അനുഭവങ്ങളും നിറച്ചു വെച്ചിട്ടാണ് ഈശോ ബലിയായി നമ്മിലേക്ക്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് വരിക. നമ്മിൽ ഓരോരുത്തരിലും സംപ്രീതനാകാൻ, സന്തോഷമുള്ളവനാകാൻ. മോശ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നടക്കേണ്ട വഴികൾ, ചെയ്യേണ്ട ജോലികൾ, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ, കാണിച്ചു തരാൻ, ചെയ്ത് പഠിപ്പിക്കാനാണ് ഈശോ കുർബാനയായിട്ട് വരുന്നത്. നമ്മുടെ മുൻപിൽ, നമ്മുടെ ഉള്ളിൽ നമ്മോട് കൂടെ വരുന്നത്. എന്ത് കുറവുണ്ടെങ്കിലും അത് പഠിക്കാൻ, പഠിപ്പിക്കാൻ. അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണേ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നടക്കേണ്ട വഴികളുണ്ട്. നമ്മുടെ അനുദിന ജീവിതം ഓരോ ദിവസവും വ്യത്യസ്തമാണ്. ഇന്നലത്തെ പോലെ ആയിരിക്കില്ല ഇന്ന്, ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ. അപ്പോൾ ഇന്നലത്തെ അനുഭവങ്ങളെ എടുക്കാനും ഇന്നത്തെ അനുഭവങ്ങളെ എടുക്കാനും നാളെ നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന അനുഭവങ്ങളെ സ്വീകരിക്കാനുമുള്ള ശക്തിയാണ് വിശുദ്ധ കുർബാനയിൽ തരുന്നത്. ഭാവിയും ഭൂതവും എല്ലാം അതിനകത്ത് ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലകളുടെ അനുഭവങ്ങൾക്ക് അർത്ഥം കാണാതെ പോയെങ്കിൽ വിശുദ്ധ കുർബാന ഇന്ന് അർത്ഥം കാണിച്ചു തരും, അനുഭവപ്പെടുത്തി തരും. അതുകൊണ്ട് ഈശോ ഒരു വാഗ്ദാനം ചെയ്യാം മോശയോട്. ആ വാഗ്ദാനം നമ്മളോട് കൂടിയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും വേണ്ടതാണ് ആശ്വാസം. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? മനുഷ്യരെ തേടിപ്പോവും ആശ്വാസത്തിന്. പക്ഷെ മനുഷ്യരെ തേടിപ്പോയിട്ട് നമുക്കറിയാം എത്രമാത്രം ആശ്വാസം കിട്ടിയിട്ടുണ്ട്, എന്തുമാത്രം കിട്ടുമെന്നൊക്കെ അനുഭവം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോ പറയും, ഞാൻ തന്നെ നിന്നോടുകൂടെ വരും, നിനക്ക് ആശ്വാസം തരും. ഏത് ആശ്വാസമില്ലാത്ത അനുഭവത്തിലേക്കും വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ അനുഭവത്തിലേക്ക് എൻ്റെ ഈശോയെ ഉൾച്ചേർക്കുമ്പോൾ എനിക്ക് ആ അനുഭവം ആശ്വാസമായി മാറും. നമുക്ക് എത്രയോ കാലങ്ങളിൽ, എത്രയോ അനുഭവങ്ങളിൽ, എത്രയോ വിഷമങ്ങളിൽ ഈശോ മാത്രം ആശ്വാസമായി മാറിയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലുണ്ട് ഒരുപാട് കാലങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ചെറുതും വലുതുമായ അനുഭവങ്ങൾ. ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഇതുപോലുള്ള വലുതും ചെറുതുമായ ഈശോ തന്ന ആശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ. ഇടയ്ക്കൊക്കെ ഓർക്കണം, ബലി ചെയ്ത് ബലിയാടായി എന്നെ ആശ്വസിപ്പിക്കാൻ ആശ്വാസം നഷ്ടപ്പെടുത്തിയ ഈശോ. ആ ഈശോ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ നിറവ് നമ്മുടെ ജീവിതത്തിൽ. ഉണ്ട് ഈ ഈശോ ആശ്വാസം തരാൻ ഒരിടത്തിരിക്കുന്നതല്ല, ആൾത്താരയിൽ മാത്രം ഇരിക്കുന്നതല്ല, അപ്പത്തിൽ മാത്രം ഇരിക്കുന്നതല്ല. വചനം തുടർന്ന് വായിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് വായിക്കണം. 33-ാം അധ്യായം 16-ാം തിരുവചനത്തിൻ്റെ അവസാനങ്ങളിലേക്ക് വരുമ്പോൾ, അങ്ങ് ഞങ്ങളോടുകൂടെ യാത്ര ചെയ്യുമെങ്കിൽ, നിത്യജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ
ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാനും അങ്ങയുടെ ജനവും എന്ന് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണ് ഇസ്രായേൽ ജനം. നമ്മളൊക്കെ അതെ, ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുത്തൊരു ജനം, ദൈവം പ്രത്യേകം സൂക്ഷിക്കുന്ന ജനം, ദൈവം പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന ജനം. അപ്പോൾ ഇന്ന് നമ്മളെയാണ് ഈശോ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, സൂക്ഷിക്കുന്നത്, കരുതലുള്ളത്. നമ്മുടെ കൂടെ എന്നും വരും. അതുകൊണ്ടല്ലേ ചിലരൊക്കെ വലിയ കുളത്തിലും കിണറ്റിലും ഒക്കെ പോയിട്ട് ഒന്നും പറ്റാതെ രക്ഷപ്പെടുന്നു. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരനുഭവമാണ്. അവൻ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ബസ് ഇറങ്ങിയിട്ട് നടന്നു പോയപ്പോൾ ഒരു വലിയ പാറക്കൂട്ടമുള്ള വലിയ കിണറ്റിലോട്ട് വീണു. രാത്രി 12 മണിക്കാണ് സംഭവം. അപ്പം പറയുക, എങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ നടന്നു പോയതിൻ്റെ ഇടയിൽ ഇതിൻ്റെ താഴോട്ട് പോയി അവിടെ കിടന്നിട്ട് ഞാൻ ഒച്ച എടുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഒച്ച പൊങ്ങുന്നില്ല. രാത്രി 12 മണി ആയതുകൊണ്ട് വേറെ ആരും ആ വഴിയെ വരാൻ നിവർത്തിയില്ല. ഞാൻ വീണ്ടും ഒച്ചയെടുത്തുകൊണ്ട് നടന്നപ്പോൾ അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ കിണർ. അപ്പോൾ അവൻ്റെ അപ്പം തന്നെ രാത്രി ഇങ്ങനെ ഉണർന്നപ്പോൾ എവിടെയോ കിടന്നൊരു സൗണ്ട് കേൾക്കുന്ന കണ്ട് എല്ലാവരും വിളിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ ചുറ്റും എവിടെ നിന്നാണ് ഈ സൗണ്ട് എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ആ കിണറ്റിൽ നിന്നാണ് വന്ന്. രാത്രി 12 മണിക്ക് ഈ വലിയ പാറ പൊട്ടിച്ചുണ്ടാക്കിയ കിണർ. അതിനകത്തുനിന്ന് പറയാം, എൻ്റെ മുട്ടുകാലിൻ്റെ ഒരു ശകലം തൊലി മാത്രം പോയി, എല്ലുകൾക്കൊന്നും പറ്റിയില്ല, എൻ്റെ കുഞ്ചി ഒടിഞ്ഞില്ല, ഞാൻ മരിച്ചില്ല, കിണറ്റിൽ ഞാനിങ്ങനെ ജീവനോടെ നിൽക്കുന്നുണ്ട്. അവരതിശയപ്പെട്ടു. അവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ് പറയാനിടയായത്. അപ്പോൾ ഈശോ എപ്പോഴും കൂടെ യാത്ര ചെയ്തു. 12 മണിക്ക് ആ മകൻ്റെ കൂടെ യാത്ര ചെയ്ത് യേശു ആയതുകൊണ്ടാണ് ആ വലിയ കിണറ്റിൽ പാറ പൊട്ടിച്ചു കൊടുത്ത കിണറ്റിലോട്ട് വീണിട്ട് പോലും ഒന്നും സംഭവിക്കാതെ ദൈവം കൈവെള്ളയ്ക്കുള്ളിൽ താങ്ങി കൈവിൽ നിർത്തി തിരിച്ചു ജീവൻ കൊടുത്തു. ജീവനും ജീവൻ്റെ സമൃദ്ധിയാണ്. ജീവൻ നഷ്ടപ്പെടാവുന്ന ആഴമായ കുഴിയിലോട്ട് പോയിട്ടും ആ ജീവൻ കാത്തു സൂക്ഷിക്കുന്ന ഈശോ. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളിടത്തൊക്കെ കൂടെ നടക്കുന്ന ഈശോ കൂട്ടിനായി വന്ന്, കൂട്ടുകാരനായി വന്ന് പൊക്കിയെടുത്ത് സംരക്ഷിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവും ഇതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ. ആപത്തിലും അനർത്ഥത്തിലും ഒക്കെ ജീവൻ തിരിച്ചു തന്നത്. വീണ്ടും വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതാണ്. 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അങ്ങയുടെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം മുഴുവൻ ഉൾച്ചേർത്ത് വെച്ചിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും മഹത്വപ്പെടുത്തുന്നതാണ് വിശുദ്ധ കുർബാന. ആ മഹത്വം കാണിച്ചു തരുന്നതാണ്, ആ മഹത്വം അനുഭവപ്പെടുത്തി തരുന്നതാണ് വിശുദ്ധ കുർബാന. ദൈവത്തിൻ്റെ മഹത്വം സ്വർഗത്തിലെന്ന പോലെ തന്നെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവരുന്ന വിശുദ്ധ കുർബാനയിൽ മാത്രമാണ് ദൈവത്തിൻ്റെ മഹത്വം അതുപോലെ കാണാൻ കഴിയുക. വേറെ ഒന്നിലും കാണാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ വന്നാൽ മതി. വിശുദ്ധ കുർബാന ഒരേ സമയം 2 ശക്തികളെ വെളിപ്പെടുത്താം. ഒന്ന് ജീവനും ജീവൻ്റെ സമൃദ്ധിയും, യോഹന്നാൻ 10:10. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന ജീവൻ കെട്ടുപോകുന്ന ഒരു മരുന്നിലേക്ക്, അനുഭവത്തിലേക്ക് പോകും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 58-ാം തിരുവചനം. പിന്നീട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ മഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചു വരാം. എൻ്റെ മഹത്വം നിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമെന്ന് മോശയോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ കണ്ണടച്ചോ കണ്ണ് തുറന്നോ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് കടന്നു വരുന്നത്, കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ മഹത്വമാണ് എൻ്റെ മുന്നിൽ, നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ മഹത്വം ദർശിക്കാൻ മാത്രമേ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കണ്ണ് തുറന്നിട്ടുണ്ടോ? മോശയുടെ കണ്ണ് തുറന്നു, ഹൃദയം തുറന്നു. അതുകൊണ്ട് മോശയ്ക്ക് ആ മഹത്വം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റി, ആ മഹത്വം മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞ് മനസ്സിലാക്കി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു, കണ്ണുകൾ തിളക്കമുള്ളതായി. മോശയ്ക്കാകെ വ്യത്യാസം വന്നു. വിശുദ്ധ കുർബാന കണ്ട് പുറത്തിറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും ഈ മോശയിലുണ്ടായ ഒരു വ്യത്യാസത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്, ഒരാത്മീയ വെളിച്ചത്തിലേക്ക്.
പ്രകാശത്തിൽ നിന്ന് വീണ്ടും യേശുവിൻ്റെ പ്രകാശത്തിലേക്ക്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് കണ്ട്, ഒന്ന് കേട്ട്. ചിലരോട് എവിടെ പോകണം? കുർബാന കാണാൻ പോകണം. സിനിമ കാണാൻ പോകണം. ലാഘവത്തിലാണ് നമ്മൾ പലപ്പോഴും പറയുക. അവിടെ ചെന്നും അതെ, സിനിമ കാണുന്നല്ല, അല്ല, സിനിമ കാണുമ്പോൾ കുറച്ച് ആവേശമുണ്ടാവും. പക്ഷെ അത്ര പോലും ആവേശമില്ലാതെ വളരെ ലാഘവത്തോടെ, വളരെ വിരസമായി, വളരെ അലസമായിട്ടൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക്. ഞാൻ ഇടവക ധ്യാനങ്ങൾ കൊടുക്കാൻ പോകുന്ന അവസരത്തിൽ ചിലപ്പോൾ ഒരു ദിവസം മുൻപേ പോകും, ചിലപ്പോൾ ഒരു ദിവസം ധ്യാനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് വരിക. ധ്യാനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമുള്ള കുർബാനയിൽ അത്ര ഞാൻ കണ്ടിട്ടില്ല. അത് ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ഇടവപ്പള്ളി ചെല്ലുമ്പോൾ വിശുദ്ധ കുർബാനയുടെ നേരത്ത്, പ്രത്യേകിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ കാറ്റീസം പഠിപ്പിക്കുന്ന സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്, പള്ളിക്ക് പുറത്ത്, പള്ളി മുറ്റത്ത്, പള്ളി വരാന്തയിൽ, അല്ലെങ്കിൽ പള്ളിയുടെ അടുത്ത് റോഡുണ്ടെങ്കിൽ റോട്ടിൽ, റോഡിനടുത്തൊരു കടയുണ്ടെങ്കിൽ കട തിണ്ണയിൽ ഒക്കെ പലരും കുർബാനയ്ക്ക് നിൽക്കുന്നത്. ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വളരെ വിഷമത്തോടെ വന്നു, മകൻ പള്ളി കയറുന്നില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് പറ്റി ചേട്ടാ, എന്ത് ചെയ്താൽ? ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മകൻ കേൾക്കുന്നില്ല, സിസ്റ്റർ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം. ഞാൻ വളരെ ഒന്ന് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കാം ചേട്ടാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു മകനെ വിളിച്ചിട്ട് കാര്യമില്ലെന്ന്. എങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ ചേട്ടനോട് തിരിച്ച്, ചേട്ടൻ പള്ളിയിൽ പോകാറുണ്ടോ? ഉണ്ട്, ഞാൻ പോകാറുണ്ട്. ചേട്ടൻ എവിടെയാണ് പള്ളിക്ക് കുർബാനയുടെ സമയത്ത് ചേട്ടൻ എവിടെയാണ് നിൽക്കുക? അപ്പോൾ ചേട്ടൻ ഒന്ന് പതുക്കെ പരിങ്ങിട്ട് എന്നോട് പറഞ്ഞു, ആ പള്ളിയുടെ മുറ്റം കഴിഞ്ഞാൽ ഉടനെ ഒരു റോഡുണ്ട്, ബസ് പോണ റോഡാണ്. റോഡ് കഴിഞ്ഞാൽ റോഡിൻ്റെ അരികിൽ തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയുടെ തിണ്ണയിൽ നിന്നാൽ നല്ല വാതിൽ തുറന്നിട്ട ആൾക്കാർ കാണാം, അച്ഛനെ കാണാം. അവിടെയാണ് ചേട്ടൻ നിൽക്കുന്നത്. ഏത് മുറ്റും പള്ളിയും കഴിഞ്ഞ്, പള്ളിയാവും കഴിഞ്ഞ്, മുറ്റം കഴിഞ്ഞ്, മതിലും കഴിഞ്ഞ്, റോഡും കഴിഞ്ഞ് കടത്തിണ്ണയിൽ. അപ്പോൾ ചേട്ടന് പറയാനൊരു മടി ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ, എങ്കിലും രണ്ടാമത് ചോദിച്ചപ്പോൾ ചേട്ടൻ സത്യം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ മകനോട് പറയാം, പക്ഷെ ഒരു കാര്യം ചെയ്യാമോ ചേട്ടന് അടുത്ത ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ കടത്തിണ്ണയിൽ നിന്നൊന്ന് മാറിയിട്ട് ആ പള്ളിയുടെ ഏതെങ്കിലും മൂലയ്ക്ക്, പള്ളിക്കകത്ത് എവിടെയെങ്കിലും ചേട്ടൻ്റെ മനസ്സുള്ളിടത്ത് നിന്നോ, അങ്ങനെയും ചെയ്യാമോ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, ചെയ്യാം ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ചേട്ടൻ ഒരു കാര്യം ചെയ്യാമോ, ഒരല്പം കൂടി മുന്നോട്ട് വിശുദ്ധ കയറി നിൽക്കാമോ? ചേട്ടൻ കയറി നിൽക്കാൻ സമ്മതിച്ചു. പിന്നീട് ഈ ചേട്ടൻ അവിടെ നിന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. ഒരു ദിവസം മകനെ നോക്കിയപ്പോൾ മകൻ അപ്പൻ്റെ മുൻപിൽ കുർബാനയ്ക്ക് നിൽക്കുന്നു. ചേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ മകൻ പള്ളി കയറിയത് മാത്രമല്ല എൻ്റെ മുന്നിൽ നിന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ മകനെ ഏറ്റവും മുൻപിൽ നിർത്താനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ കുറച്ചുകൂടി മുന്നിൽ കയറി നിന്ന മകനെ ഏറ്റവും മുമ്പിൽ നിൽക്കും, ഈശോയുടെ ഏറ്റവും അടുത്ത് നിൽക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഈശോയെ കാണണം, കണ്ണുകൊണ്ട് കാണണം. കാണാൻ പാകത്തിനേ നിൽക്കാവൂ. അവിടെ ഇവിടെ നിൽക്കരുത്, ചായക്കട നിൽക്കരുത്, റോട്ടിൽ നിൽക്കരുത്, തെങ്ങേ ചാരി നിൽക്കരുത്, മതിലേ ചാരി നിൽക്കരുത്, മുറ്റത്ത് നിൽക്കരുത്. ഈശോയെ കാണാൻ പാകത്തിന് നിൽക്കണം, ഈശോയെ കേൾക്കാൻ പാകത്തിന് നിൽക്കണം. മറ്റ് ബസ് പോകണം, മറ്റ് ശബ്ദങ്ങളുടെ ഇടയ്ക്ക് വല്ലോണം ഈ ശബ്ദം കേട്ടുപോയാൽ പോരാ. ഈശോ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പാകത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അടുത്ത് നിൽക്കണം. അടുത്ത് വന്ന് എൻ്റെ വചനം ശ്രവിക്കാനാണ് പറഞ്ഞിരിക്കണം. ഈശോയെ അനുഭവിക്കാൻ പാകത്തിന് ഏകാഗ്രതയുള്ള ഒരു സ്ഥലത്ത് കണ്ടെത്തണം. മറ്റ് അസ്വസ്ഥതകളൊക്കെ ഇല്ലാത്തതാണ്. അപ്പോഴേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ഈശോയെ. ഈശോയെ വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ളതാണ്. കേട്ടാൽ പോരാ, കണ്ടാൽ പോരാ, അനുഭവിക്കണം. അനുഭവിക്കുമ്പോൾ അതിന് ആഴമുണ്ടാവും, ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. അപ്പോഴാണ് യേശു എത്ര നല്ലവനാണെന്നറിയുക. സങ്കീർത്തനം 34:8 യേശു എത്ര നല്ലവനാണ്, നിങ്ങൾ അവിടുത്തെ രുചിച്ചറിയാനാണ് പറയുക, ടേസ്റ്റ് ചെയ്യാൻ. ഈശോയെ ഈ ലോകത്തിലുള്ളത് എന്ത് രുചിച്ചാലും, എന്തൊക്കെ ആസ്വദിച്ചാലും, എന്തൊക്കെ അനുഭവിച്ചാലും
ഈശോയെ അനുഭവിക്കുന്നില്ല, രുചിച്ചറിയുന്നില്ല എങ്കിൽ അതിനകത്തൊക്കെ ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടുണ്ട്, പെടുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ വൈകും. ഈശോയെ അനുഭവിക്കുന്നതാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അനുഭവം, ഏറ്റവും വലിയ സുഖം തരുന്നത്, ഏറ്റവും വലിയ സന്തോഷം തരുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിലെ ലൗകികമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നന്മകൾ 1000 കിട്ടുന്നതിനേക്കാളും 10,000 കിട്ടുന്നതിനേക്കാളും വലിയ അനുഭവമാണ് ഈശോയെ ഒരു നിമിഷം അനുഭവിക്കാൻ കഴിഞ്ഞത്. ചിലപ്പോഴൊക്കെ എങ്കിലും ചില ധ്യാന കേന്ദ്രത്തിലൊക്കെ ചെന്ന് വചനം കൊടുക്കാൻ ചെല്ലുമ്പോൾ നല്ല ദർശനവരവുള്ളവർ, സന്ദേശവരവുള്ളവരൊക്കെ കാണാറുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ഈശോയെ കണ്ടത് അല്ലെങ്കിൽ ഈശോയുടെ സ്വരം കേട്ടതൊക്കെ അവരിങ്ങനെ വിവരിക്കുമ്പോൾ എത്ര രസമായിട്ടാണെന്നറിയാം. പലപ്പോഴും ധ്യാനിച്ചിരിക്കുമ്പോൾ പലർക്കും ഈശോയെ അനുഭവം കൊടുക്കുന്നുണ്ട്. എത്രയെത്ര കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഈശോയെ ടേസ്റ്റ് ചെയ്തതിൻ്റെ എല്ലാ അനുഭവത്തിലും ടേസ്റ്റ് ചെയ്യണം. സന്തോഷത്തിൽ മാത്രമല്ല, സഹനത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സ്പർശനം, വേദനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സ്പർശനം ടേസ്റ്റ് ചെയ്യണം. രോഗത്തിൽ, മാറാരോഗത്തിൽ, കടും വേദനയിൽ എല്ലാം ഉള്ള യേശുവിൻ്റെ സാന്നിധ്യം സന്തോഷിക്കണം, രുചിച്ചറിയണം. അങ്ങനെ രുചിച്ചറിയുമ്പോൾ ആ വേദനയ്ക്ക്, ആ സഹനത്തിന്, ആ രോഗത്തിനൊക്കെ ഒരു മാധുര്യമുണ്ട്. സന്തോഷത്തിലുമുള്ള യേശുവിൻ്റെ സാന്നിധ്യം രുചിച്ചറിയണം. നമ്മളെപ്പോഴും സന്തോഷത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യമാണ് രുചിച്ചറിയുന്നത്. സന്തോഷത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുന്നത് പോലെ തന്നെ സങ്കടത്തിലും വേദനയിലും സഹനത്തിലും രോഗത്തിലും തകർച്ചയിലും ഇല്ലായ്മയിലും നഷ്ടത്തിലും കഷ്ടത്തിലും യേശുവിനെ രുചിച്ചറിയാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒന്നും പ്രശ്നമല്ല. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. രുചിച്ചറിയുന്നവനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും. അവനെ എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യും. സങ്കീർത്തനം 32:10. കർത്താവിൽ ആശ്രയിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ ശരണം വയ്ക്കുന്നവനെ വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം വലയം ചെയ്ത് നിൽക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ആ വ്യക്തിയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല, തച്ചുടയ്ക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കർത്താവിൻ്റെ സ്നേഹം ഒരു കോട്ട പോലെ ആ വ്യക്തിയെ ചുറ്റി നിൽക്കുമ്പോൾ വേറെ ഒരു അന്ധകാര ശക്തിക്കോ തിന്മയുടെ ശക്തികൾക്കോ ആ വ്യക്തിയെ തൊടാനാകില്ല. ഞാനൊരു ചെറിയ അനുഭവം പറഞ്ഞു. ഞാനൊരു ചെറിയ മഠത്തിൽ ഒരു 97കളിൽ ഞാൻ വയ്യാതിരിക്കുന്ന കാലഘട്ടത്തിൽ താമസിച്ചൊരു മഠ. അവിടെ ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ ഒരു ചേച്ചി മാത്രമേ അഴിക്കുകയോ കെട്ടുകയോ എന്തെങ്കിലും ചെയ്യുള്ളൂ. ആണുങ്ങളെ ആരും അധികം കണ്ടിട്ടില്ല. കാരണം അത് ഉണ്ടായപ്പോൾ തുടങ്ങിയ മഠത്തിലായതുകൊണ്ട്, മഠത്തിൻ്റെ മതിലിൻ്റെ ഉള്ളിലായതുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ ഒരു ചേട്ടൻ, കുറച്ച് 2-3 ചേട്ടന്മാർ പണിയാൻ വന്നു പറമ്പിൽ. പണിയാൻ വന്നപ്പോൾ ഈ പശുവിനെ തൊഴുത്തിൽ നിന്ന് അഴിച്ചിട്ടിട്ട് ഈ ചേട്ടന്മാരെ കണ്ടപ്പോൾ അവിടെ നിന്ന് പാഞ്ഞു വരുമോ കുത്താൻ. ആരെ കണ്ടാലും കുത്തി മറിക്കുന്ന പശുവാണ്. പാഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചേട്ടന്മാരെ കുത്തിമറിക്കാനാണെന്ന്. വേഗം ഇവർ എൻ്റെ പുറകിൽ ഒളിച്ച്. അപ്പം ഞാനെന്ത് വെച്ചാൽ എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ജപമാല കൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നു. ആ പശു വന്നിട്ട് നേരെ മുമ്പിൽ വന്ന് നിന്നിട്ട് സ്റ്റാച്ചു പോലെ നിന്ന്, ഒന്നും ചെയ്തില്ല, ഒന്നും അനങ്ങിയ പോലുമില്ല. ഞാൻ പശുവിൻ്റെ മുമ്പിൽ സ്റ്റാച്ചു പോലെ നിന്നു, പശു എൻ്റെ മുമ്പിൽ സ്റ്റാച്ചു പോലെ നിന്നു. എന്നിട്ട് ഞാൻ പശുവിനെ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ചേച്ചിയോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു വേഗം വരാൻ. ആ ചേച്ചി അവിടെ നിന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു. നടന്ന് വന്ന് പശുവിനെ പിടിച്ചുകൊണ്ട് പോകും വരെ പശു വളരെ ശാന്തമായിട്ട് പോയി. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്ത് നിന്ന ഒരു കാട്ടുമൃഗത്തിനോ ഒരു നാട്ടുമൃഗത്തിനോ നമ്മളെ തൊടാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് പറയുക വചനം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്ത് വന്നു കഴിയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ ഈ സ്നേഹം ഈ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ നന്മകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മിലൂടെ ആ നന്മകൾ, ഈ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തിയിലൂടെ ആ നന്മകൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മളോട് ബന്ധപ്പെട്ടവർക്ക്, നമ്മുടെ പ്രവർത്തന മേഖലയിൽ
നമ്മുടെ കുടുംബത്തിൽ, കുടുംബ സാഹചര്യത്തിൽ നമ്മളെവിടെയൊക്കെ ആയിരുന്നോ അവിടെയൊക്കെ ഈ സ്നേഹം പങ്കുവെക്കാൻ കഴിയും. യേശു പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് യേശു കുർബാനയായി വന്നിട്ട് ഈ കുർബാനയുടെ ശക്തിയാണ് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്, നമ്മിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ കുർബാനയിൽ നിറഞ്ഞു നിന്ന് കുർബാനയിൽ സൗഖ്യവും ശാന്തിയും സമാധാനവും സ്നേഹവും വലയം ചെയ്ത് നിൽക്കുന്ന വ്യക്തി എവിടെയായിരിക്കുന്നോ അവിടെയെല്ലാം യേശു സാന്നിധ്യമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ യേശു സാന്നിധ്യമുള്ളവർ, സ്നേഹം വലയം ചെയ്ത് നിൽക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ യേശുവിൻ്റെ സ്നേഹം ഉണ്ടാവും. നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഈശോയുടെ സ്നേഹം ഉണ്ടാവും. നമ്മളായിരിക്കുന്നിടത്ത് ഈശോയുടെ സ്നേഹം ഉണ്ടാവും. ഈ സ്നേഹം അനുഭവിക്കാനുള്ള വിളിയാണ് വിശുദ്ധ കുർബാന. ഈ സ്നേഹം എന്നും ആസ്വദിച്ചനുഭവിച്ച് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കാണപ്പെടുന്ന സാക്ഷികളാകാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.